ദേശീയപാത വികസനത്തിലെ പാളിച്ചകൾ ഓരോ ദിവസവും ഭയത്തോടെ കാണേണ്ട അവസ്ഥയിലാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ. ഇന്ന് കൊല്ലത്ത് കൊട്ടിയത്തിനടുത്തുള്ള മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം അറിയാം. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. അപ്പോൾ പിന്നെ സ്ലോ ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഒരു വശം കൊണ്ടങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ഇറങ്ങി ഓടി. എല്ലാവരും ഇറങ്ങി ഓടുകയോ ചെയ്തത്. പിറകിലുള്ള സ്കൂൾ ബസ്സിലും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു. മുമ്പിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോയി. അപ്പം അയാളിങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് അത് പൊട്ടി തുടങ്ങിയത്. ഇറങ്ങി വരുന്ന വഴിക്ക് അപ്പോഴും മേളിൽ നിന്ന് വണ്ടി വരുമ്പോൾ വിറവ് കയറുന്ന സൗണ്ട്, ഒപ്പടപടാ സൗണ്ട്, റോഡെല്ലാം കൂടെ ഇല്ല വിണ്ട് കയറുന്നു. അപ്പോഴത്തെ ഞാൻ വണ്ടി സൈഡിലോട്ട് അങ്ങ് ഒതുക്കി പിന്നെ കുട്ടികളെല്ലാം കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട്, ഞാനും വെൽപ്പർ ആൻറ്റി ഇവിടെ ചേർന്ന് കുട്ടികളെ അപ്പുറത്തോട്ട് വീട്ടിലോട്ടാക്കി. പേടി, പിള്ളേരെല്ലാം നിലവിളിയായിരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ വന്നോണ്ട് അപ്പം ഈ സൗണ്ട് കേട്ടെങ്കിൽ ലെഫ്റ്റിലോട്ടങ്ങ് ഒതുക്കി മാക്സിമം. പിന്നെ ഒതുക്കാകത്തെ, പിന്നെ വയലാണ്. അല്ലെ സ്ഥലം ഉണ്ടാകും പിന്നെ താഴോട്ടങ്ങ് ഒതുക്കായിരുന്നു. അവിടെ വരെ വണ്ടി പോത്തുള്ളൂ. വലിയ അപകടത്തിൽ നിന്നാണ് ആൾക്കാർ രക്ഷപ്പെട്ടത്. ദേശീയപാത അതോറിറ്റിയുടെ അഴിമതി വ്യക്തമാണ് ഇതിൽ നിന്ന് കെ.സി. വേണുഗോപാൽ എം.പി പറഞ്ഞു. വിഷയം പാർലമെന്റിൽ താൻ ഉന്നയിക്കുമെന്നും കെ.സി. വേണുഗോപാൽ. അപ്പോൾ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് അവിടെ നടത്തിയിരിക്കുന്നത്? ഏത് മെറ്റീരിയൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ച മണ്ണിനെക്കുറിച്ച് ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രാവശ്യവും കലക്ടർ വന്ന് അവിടെ പരിശോധിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ? വിഷയത്തിൽ മന്ത്രി പി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ഭരണീക്കാവ് കുണ്ടറ കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകണം. ചിന്നക്കട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊട്ടാരക്കര വഴിയും കൊട്ടിയത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണനല്ലൂർ ആയൂർ വഴി തിരുവനന്തപുരത്തേക്കും കടന്നു പോകണം. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺ രാജ് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, ശരിക്കും ഈ അപകടം എത്രമാത്രം അവിടുത്തെ ഈ മൈലക്കോടിലെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്? ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് ഈ നാടിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ അപകടം ഉണ്ടാകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗം, ആ റോഡ് അടക്കം, ഈ മേൽപ്പാലം അടക്കം ക്രമീകരിച്ചുകൊണ്ടുള്ള റോഡാണ്. ദേശീയപാത ക്രമീകരിക്കുന്ന സ്ഥലമാണ്. ഈ മണ്ണാണ് ഒന്നടങ്കം ഇടിഞ്ഞ് താന്നത്. അത് എങ്ങനെ താന്നു എന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടർക്കോ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ തൽക്കാലം മൗനമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോയിൽ, അത് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഉപയോഗിക്കുന്ന സോയിൽ അല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. അത് കൂടാതെ തന്നെ ഇതിന് താഴെ കൂടെ ഒരു ജലവിധാനമുണ്ട്, ഒരു തോടുണ്ടായിരുന്നു. അത് പൂർണ്ണമായും നികത്തിയാണ് ഇത്തരത്തിൽ ക്രമീകരിച്ചത്. അതുകൊണ്ട് തന്നെ താഴേക്കുള്ള ജലവിധാനമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമെന്ന് കൂടി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സംഭവം നടന്ന സ്ഥലത്ത് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നമ്മളിവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന കാഴ്ച, ഈ അപകടം നടന്ന ഒരു 10 മിനിറ്റ് സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിയതാണ്. അപ്പോഴുണ്ടായ ഒരു കാഴ്ച എന്ന് പറയുന്നത് സ്കൂൾ ബസ്സും 4 കാറുകളും അടക്കം ഇതിന്റെ ഇടയിൽ, ഈ റോഡ് 2ആയി പിളർന്നതിന് ഇടയിലേക്ക് കിടക്കുന്ന കാഴ്ചയാണ്. സമയോചിതമായ ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് കൂടുതൽ അപകടം ആ ഘട്ടത്തിൽ ഉണ്ടാകാതിരുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ സ്ഥലത്ത് അടിയന്തരമായ റോഡ് നിർമ്മാണം ഇപ്പോൾ തുടരുകയാണ്. ഈ അപകടത്തിൽപ്പെട്ട ഭാഗം അത് പൂർണ്ണമായും മാറ്റിക്കൊണ്ട് പകരം റോഡ് ഉടൻ തന്നെ നിർമ്മിക്കും എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണത്തിന് കൂടി ദേശീയപാത അതോറിറ്റി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര യോഗമാണ് ഇപ്പോൾ സംഭവത്തിൽ കളക്ടർ എൻ ദേവിദാസ് ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നാളെ നിർമ്മാണ കമ്പനിയോടും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയോടും ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്ത് അതിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും നാട്ടുകാർ മാറിയിട്ടില്ല. കാരണം അത്ര വലിയ ആഘാതം ഈ സമീപത്തുണ്ട്. കാരണം ഈ റോഡ് തകരുക മാത്രമല്ല, സമീപത്തെ വസ്തുക്കൾക്ക് പോലും വലിയ രീതിയിൽ വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്രത്തോളം ആഴത്തിൽ ഇതിൽ ബാധിച്ചിട്ടുണ്ട്, ഒരു ശാസ്ത്രീയപരമായ രീതിയിൽ ഭൂമിയുടെ ഘടനയെ ബാധിച്ചിട്ടുണ്ടോ എന്നീ അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കാതെ ഇരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം, ആശ്വാസം നൽകുന്ന കാര്യവും അത് മാത്രമാണ്. എന്തായാലും സംഭവത്തിൽ അന്വേഷണവും പരിശോധനയും വേണമെന്ന ആവശ്യമാണ് നാട്ടുകാരും ഇപ്പോൾ ഉയർത്തുന്നത്. അരുൺ രാജ്,
ജില്ലാ കളക്ടർ എന്തോ ഉറപ്പൊക്കെ നാട്ടുകാർ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം പ്രധാനമായി ഈ അപകടം നടന്നത് എന്ത് കാരണം കൊണ്ടാണെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. SKN ജില്ലാ ഭരണകൂടത്തിനോ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ എന്തുകൊണ്ടാണ് ഈ അപകടം നടന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല, വ്യക്തമായ മറുപടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപകടം ഉണ്ടായിട്ടുണ്ട്, അതിൽ പരിഹാരം തേടുകയാണ് തങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് തങ്ങൾ നടത്തും, ശാസ്ത്രീയമായ പരിശോധന അടക്കം ഇക്കാര്യത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാം. ആ സർവീസ് റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. SKN ഒരുപക്ഷെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതിലുണ്ടായിരുന്ന 30ഓളം പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കൊന്നും ജീവന് പോലും ഭീഷണി ഉണ്ടായില്ല, ജീവൻ എന്തെങ്കിലും സംഭവിക്കരുന്നത്, ഒരു പോറൽ പോലും വെക്കാതിരുന്നത് ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. അതിനപ്പുറം ഇതിന്റെ നിർമ്മാണം, ഈ ദേശീയപാത വലിയ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സൈഡ് വാളിന് അത് അശാസ്ത്രീയത ഉണ്ട് എന്ന് നാട്ടുകാർ നേരത്തെ ആരോപിച്ചതാണ്. കാരണം പില്ലർ ഉപയോഗിച്ചുകൂടെ നിർമ്മാണം വേണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കണക്കാക്കിയില്ല. ചെലവ് കൂടുന്നതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ടാണ് ഇത്തരത്തിൽ സൈഡ് വാൾ കെട്ടി നിർമ്മാണം നടത്തിയത്. അപ്പോഴും ഇതിലുള്ളൊരു പ്രശ്നമായി നാട്ടുകാരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പറയുന്നത് ഇതിൽ ഈ നിർമ്മാണത്തിൽ ചില ഭാഗങ്ങളിൽ ഈർപ്പം തട്ടിയിട്ടുണ്ട്. ആ ഈർപ്പമാണ് ഇത്തരത്തിൽ ആ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളതാണ്. പക്ഷേ അത് ശാസ്ത്രീയമായ അടിത്തറ ആ വാദങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പിന്നീട് അന്വേഷണം വേണം എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. ഈ വാദം പറയുന്നവർ തന്നെ പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ ചെയ്യുന്നത് ഈ മണ്ണ് മുഴുവൻ ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇടിഞ്ഞു താന്ന ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഇത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഈ ഗതാഗത നിയന്ത്രണം നാളെയും തുടരും, മറ്റന്നാളും തുടരും. ഈ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിച്ചാൽ മാത്രമേ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. നിലവിൽ ആ ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇത് SKN ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. ഈ ദേശീയപാതയുടെ മുകളിൽ ഇത്തരത്തിൽ സൈഡ് വാൾ വെക്കുന്ന സാധനങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീണ് വാഹനങ്ങൾക്ക് മുകളിൽ വീണ് അപകടം ഉണ്ടാകാറുണ്ട്. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രിക്കോഷൻസും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല, മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടത്തും അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്നു എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അവർ ചെയ്യുന്നത് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ്. എന്തായാലും നാളെ അടിയന്തര യോഗമാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.